മനുഷ്യന്റെ ജീവിതത്തിൽ വളർത്തുമൃഗങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അവർ വെറും മൃഗങ്ങൾ മാത്രമല്ല, നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾ കൂടിയാണ്. സന്തോഷത്തിലും സങ്കടത്തിലും നമ്മോടൊപ്പം നിൽക്കുന്ന, നിരുപാധികമായ സ്നേഹം നൽകുന്ന കൂട്ടുകാരാണ് അവർ. പ്രത്യേകിച്ചും നായ്ക്കളും പൂച്ചകളും പോലുള്ള മൃഗങ്ങൾ മനുഷ്യന്റെ മാനസികാരോഗ്യത്തെയും ശാരീരികാരോഗ്യത്തെയും വലിയ തോതിൽ സ്വാധീനിക്കുന്നുണ്ട്. ഒരു നായയെ അല്ലെങ്കിൽ പൂച്ചയെ വളർത്തുന്നത് കേവലം ഭക്ഷണം നൽകുന്നതിലും പരിപാലിക്കുന്നതിലും ഒതുങ്ങുന്നില്ല. അതൊരു വൈകാരിക ബന്ധം സ്ഥാപിക്കലാണ്. ഈ ബന്ധം മനുഷ്യരിലും സ്നേഹത്തെയും സഹാനുഭൂതിയെയും പരിപാലന മനോഭാവത്തെയും വളർത്തുന്നുണ്ട്. തിരക്കിട്ട ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ നമ്മെ കാത്തിരിക്കുന്ന ഒരു നായയുടെയോ പൂച്ചയുടെയോ സാന്നിധ്യം നൽകുന്ന ആശ്വാസം വാക്കുകൾക്ക് അതീതമാണ്. മൃഗങ്ങളെ വളർത്തുന്നത് മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ സഹായിക്കുമെന്നത് നിരവധി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഒരു നായയുടെ തലയിൽ തലോടുന്നതോ ഒരു പൂച്ചയുടെ മനോഹരമായ ശബ്ദം കേൾക്കുന്നതോ നമ്മുടെ ശരീരത്തിലെ കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോണിന്റെ അളവ് കുറയ്ക്കും. അതേസമയം ഓക്സിറ്റോസിൻ എന്ന സന്തോഷ ഹോർമോണിന്റെ ഉൽപാദനം കൂടും. ഇത് മാനസികമായി കൂടുതൽ ശാന്തരാകാനും സന്തോഷവാന്മാരാകാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട വളർത്തുമൃഗങ്ങളെ കാണുമ്പോൾ അവർ സന്തോഷത്തിലാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാമെന്നത് ഒരു കാര്യമാണ്. ഓരോ മൃഗത്തിനും അവരുടേതായ രീതിയിലുള്ള ആശയവിനിമയങ്ങളുണ്ട്. നായകളുടെ കാര്യത്തിലാണെങ്കിൽ അവരുടെ വാലാട്ടൽ, കണ്ണുകളിലെ ഭാവങ്ങൾ, ശരീരഭാഷ എന്നിവയെല്ലാം സന്തോഷത്തിന്റെ സൂചനകളാണ്. നിങ്ങൾ വീട്ടിലെത്തുമ്പോൾ ഓടി വന്ന് വാലാട്ടുന്ന ഒരു നായ അതിന്റെ സന്തോഷവും സ്നേഹവും പ്രകടിപ്പിക്കുകയാണ്. അതുപോലെ കളിക്കാൻ ക്ഷണിക്കുന്നതും നിങ്ങളുടെ കൂടെ സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നതും നായയുടെ സന്തോഷത്തിന്റെ ലക്ഷണങ്ങളാണ്. പൂച്ചകളാണെങ്കിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് ഉരസുന്നതും മനോഹരമായ ശബ്ദമുണ്ടാക്കുന്നതും സന്തോഷത്തിന്റെ സൂചനകളാണ്. മൃഗങ്ങളെ വളർത്തുന്നതിലൂടെ കുട്ടികൾക്ക് ഉത്തരവാദിത്വ ബോധവും സഹാനുഭൂതിയും വളർത്താൻ കഴിയും. ഒരു മൃഗത്തെ പരിപാലിക്കുമ്പോൾ അവർ അതിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കാനും അതിന് ഭക്ഷണം നൽകാനും വൃത്തിയാക്കാനും പഠിക്കുന്നു. ഇത് കുട്ടികളിൽ മറ്റുള്ള ജീവികളോടുള്ള സ്നേഹവും ബഹുമാനവും വളർത്തുന്നു. കൂടാതെ മൃഗങ്ങളുമായുള്ള ബന്ധം കുട്ടികളുടെ സാമൂഹിക കഴിവുകൾ മെച്ചപ്പെടുത്താനും സഹായിക്കും. വളർത്തുമൃഗങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പ്രത്യേക കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ജീവിതശൈലിക്ക് അനുയോജ്യമായ മൃഗത്തെ തിരഞ്ഞെടുക്കുക എന്നതാണ് പ്രധാനം. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് കൂടുതൽ തിരക്കുണ്ടെങ്കിൽ അധികം ശ്രദ്ധ ആവശ്യമില്ലാത്ത മൃഗങ്ങളെ തിരഞ്ഞെടുക്കാം. നായ്ക്കളെ വളർത്തുന്നവർ ദിവസവും അവയെ നടത്താൻ കൊണ്ടുപോകാനും അവരുമായി കളിക്കാനും സമയം കണ്ടെത്തണം. പൂച്ചകളെയാണ് വളർത്തുന്നതെങ്കിൽ അവയ്ക്ക് കളിക്കാനും ഇരിക്കാനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് ആവശ്യമാണ്. വളർത്തുമൃഗങ്ങളെ ദത്തെടുക്കുന്നതും വളരെ നല്ലൊരു കാര്യമാണ്. തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ടതോ അനാഥമായതോ ആയ മൃഗങ്ങൾക്ക് ഒരു പുതിയ ജീവിതം നൽകാൻ ഇത് സഹായിക്കും. ഒരു മൃഗത്തെ ദത്തെടുക്കുമ്പോൾ നിങ്ങൾ അതിന് മാത്രമല്ല, നിങ്ങൾക്ക് ഒരു പുതിയ സന്തോഷം കണ്ടെത്തുകയാണ്. മൃഗങ്ങൾ നമ്മോടൊപ്പം സംസാരിക്കാറില്ലായിരിക്കാം, പക്ഷെ അവരുടെ കണ്ണുകളിലൂടെയും ശരീരഭാഷയിലൂടെയും അവർ നമ്മോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ അവരെ സ്നേഹിക്കുമ്പോൾ അവർ അത് തിരിച്ചറിയുന്നു. ഒരു നായയുടെ വിശ്വസ്തതയും ഒരു പൂച്ചയുടെ വാത്സല്യവും മനുഷ്യന് മറ്റൊരിടത്തു നിന്നും ലഭിക്കാത്ത ആശ്വാസമാണ്. ഇന്നത്തെ കാലത്ത് വളർത്തുമൃഗങ്ങൾ കൂടുതൽ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആളുകൾക്ക് ഒറ്റപ്പെടൽ അനുഭവപ്പെടുമ്പോൾ, മാനസികമായി തളരുമ്പോൾ ഒരു മൃഗത്തിന്റെ സാമീപ്യം വലിയൊരു ആശ്വാസമാണ്. ഒരുപാട് രാജ്യങ്ങളിൽ തെറാപ്പി മൃഗങ്ങളെ മാനസിക രോഗങ്ങൾക്ക് ചികിത്സ നൽകാൻ ഉപയോഗിക്കുന്നുണ്ട്. അർബുദ രോഗികൾ, ഡിപ്രഷൻ ഉള്ളവർ, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഉള്ളവർ തുടങ്ങിയവർക്ക് ഈ മൃഗങ്ങൾ നൽകുന്ന സ്നേഹവും പിന്തുണയും വളരെ വലുതാണ്. അതുപോലെ പല നായകൾക്കും മനുഷ്യരെ സഹായിക്കാനുള്ള പ്രത്യേക കഴിവുകളുണ്ട്. കാഴ്ചയില്ലാത്തവരെ സഹായിക്കുന്ന നായകൾ, പോലീസ് സേനയിലെ നായകൾ, തിരച്ചിലിനും രക്ഷാപ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കുന്ന നായകൾ തുടങ്ങിയവയെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. ഈ മൃഗങ്ങൾ മനുഷ്യന്റെ ഏറ്റവും മികച്ച കൂട്ടുകാരാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്നു. മൃഗങ്ങളെ വളർത്തുന്നത് നമ്മുടെ മാനസികാരോഗ്യത്തിന് മാത്രമല്ല, ശാരീരിക ആരോഗ്യത്തിനും ഗുണകരമാണ്. നായ്ക്കളെ ദിവസവും നടക്കാൻ കൊണ്ടുപോകുന്നത് വ്യായാമമാണ്. ഇത് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു. കൂടാതെ കളികളിൽ ഏർപ്പെടുന്നത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും സഹായിക്കുന്നു. മൃഗങ്ങളോടുള്ള സ്നേഹം എന്നത് ഒരു മാനുഷിക വികാരമാണ്. അത് നമ്മുടെ ഉള്ളിലെ നന്മയെയും ദയയെയും പുറത്തു കൊണ്ടുവരുന്നു. വളർത്തുമൃഗങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നത് നമ്മുടെ ജീവിതത്തിന് കൂടുതൽ അർത്ഥവും പൂർണ്ണതയും നൽകുന്നു. ഓരോ മൃഗവും നമ്മളെ പഠിപ്പിക്കുന്നത് സ്നേഹവും വിശ്വസ്തതയും എങ്ങനെയായിരിക്കണമെന്നാണ്. അവർ നമ്മളിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, മറിച്ച് നമ്മളോട് സ്നേഹം മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു വളർത്തുമൃഗത്തെ പരിപാലിക്കുമ്പോൾ നമ്മൾ തിരികെ നൽകുന്നത് സ്നേഹം മാത്രമായിരിക്കണം. ഈ ബന്ധം കൂടുതൽ ശക്തമാക്കാൻ നമ്മുടെ സമയം, ശ്രദ്ധ, സ്നേഹം എന്നിവ നൽകണം. വളർത്തുമൃഗങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുമ്പോൾ നമ്മുടെ വീടുകൾ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും കേന്ദ്രങ്ങളായി മാറുന്നു. അതിനാൽ ഓരോ വളർത്തുമൃഗത്തിന്റെയും സന്തോഷം നമ്മുടെ സന്തോഷത്തിന്റെ ഭാഗമാണ്. അവർക്ക് നൽകുന്ന ഓരോ തരി സ്നേഹവും നമ്മളിലേക്ക് ഇരട്ടിയായി തിരികെ വരുന്നു. അവരെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മൾ നല്ല മനുഷ്യരായി മാറുകയും നമ്മുടെ ലോകം കൂടുതൽ മനോഹരമാവുകയും ചെയ്യും.